സുധിയെക്കൊണ്ടും ചന്ദ്രമതിയെക്കൊണ്ടും സത്യങ്ങൾ പറയിപ്പിക്കാനായി സച്ചി പുതിയ തന്ത്രം പുറത്തെടുക്കുന്നു. തുടർന്ന് ഈ നാരങ്ങ വളരെ ശക്തിയുള്ളതാണെന്നും ദേവതയുടെ സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളായി മാറിയ വിവരം ഞാനൊരു സ്വാമിയോട് പറഞ്ഞിരുന്നുവെന്നും അപ്പോൾ ആ സ്വാമി സ്വർണം മാറ്റിയവരെ കണ്ടെത്താനായി പൂജിച്ചു തന്ന ചെറുനാരങ്ങയാണിതെന്നും ഇത് പൂജാമുറിയിൽ വെച്ച് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ സ്വർണം മാറ്റിയവരുടെ വായ കോടി പോകുമെന്നും സച്ചി പറയുമ്പോൾ സുധിയും ചന്ദ്രമതിയും പേടിച്ചു പോകുന്നു. തുടർന്ന് നാരങ്ങ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാൻ പോകുന്ന സച്ചിനെ സുധിയും ചന്ദ്രമതിയും തടഞ്ഞെങ്കിലും സച്ചി അതുമായി പൂജാമുറിയിലേക്ക് പോകുന്നു. അതോടെ സുധിയുടെയും ചന്ദ്രമതിയുടെയും ടെൻഷൻ കൂടുന്നു. പിന്നീട് ചെറുനാരങ്ങ പൂജിച്ച സ്വാമിയെപ്പറ്റി തിരക്കുന്ന രേവതിയോട് സുധിയുടെ കള്ളത്തരം പൊളിക്കാനുള്ള എൻ്റെ പുതിയ പ്ലാനിംഗ് ആണ് ഈ ചെറുനാരങ്ങ പ്രയോഗമെന്നും ഞാൻ ഒരു സ്വാമിയെയും കണ്ടിട്ടില്ലെന്നും സച്ചി പറയുന്നു. പിന്നീട് വാക്കോടി പോകുമെന്നോർത്ത് ചന്ദ്രമതിയും സുധിയും പേടിക്കുന്ന സമയത്ത് അവിടെ എത്തുന്ന ശ്രുതി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയും സത്യം പറയിപ്പിക്കാനായി സച്ചി നിങ്ങളെ പറ്റിച്ചതാണെന്നും സച്ചി പറഞ്ഞത് കേട്ട് സത്യങ്ങളൊന്നും പറയരുതെന്നും ശ്രുതിയോട് പറയുകയും ചെയ്യുന്നു. പിന്നീട് സച്ചി പറഞ്ഞതിനെപ്പറ്റി ശ്രീകാന്തും വർഷയും സംസാരിക്കുന്നു. ഇതേസമയം അവിടെ എത്തുന്ന രേവതിയോട് സച്ചി കണ്ട സ്വാമിയെപ്പറ്റി വർഷ തിരക്കുമ്പോൾ സുധീനെ കൊണ്ട് സത്യങ്ങൾ പറയിക്കാനുള്ള സച്ചിയേട്ടൻ്റെ പുതിയ തന്ത്രമാണിതെന്നും നിങ്ങളിതൊന്നും ആരോടും പറയരുതെന്നും രേവതി പറയുന്നു. പിന്നീട് രാത്രിയിൽ വാ കോടിപ്പോകുമെന്നോർത്ത് പേടിച്ചിരിക്കുന്ന സുധിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.